റിംറൂവിൻ്റെ വില്ലേജാണ് കാണിക്കുന്നത്. അത് നല്ല പെട്ടെന്ന് ഇവോൾവ് ആകുന്നുണ്ട്. പിന്നീട് ആ 3 ബ്രദേഴ്സും പറയുന്നതാണ് ഈ സിൽക്കിൻ്റെ തുണി നല്ല രസമുണ്ടെന്ന്. ഇത് തയ്ക്കുന്നത് നമ്മുടെ ഷൂണയാണ്. ഷൂണ പറയുന്നതാണ് ഇത് നമ്മുടെ ഒരു പ്രത്യേകതരം മാജിക്കൽ കുക്കൂണ് കൊണ്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പ്രൊഡക്ഷൻ പെട്ടെന്ന് തീരില്ല. പിന്നീട് നമ്മുടെ അവിടെ റിംറൂ എല്ലാം വരുന്നുണ്ട്. റിംറൂ എല്ലാം പറയുന്നതാണ് പെട്ടെന്ന് തന്നെ തുണിയെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചല്ലോ എന്ന്. അപ്പോൾ ഷൂവിനെ വന്നിട്ട് പെട്ടെന്ന് ഹഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരാളെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ല. അപ്പോൾ ഷൂവിനെ പറയുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഉണ്ടാക്കാനും പഠിക്കും, ഞാൻ റിംറൂ സാബിന് വേണ്ടി ഒരു ഡ്രസ്സ് ഉണ്ടാക്കി തരുന്നു. ഷാനു പറയുന്നതാണ് ഇപ്പോൾ റിംറൂവിന് ഫുഡ് കഴിക്കാൻ ടൈം ആവുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഷൂവിനെ ചോദിക്കുന്നതാണ് നിൻ്റെ സെക്രട്ടറീൻ്റെ പണിയെല്ലാം എങ്ങനെ പോകുന്നതെന്ന്. ഷാനു പറയുന്നത് സെക്രട്ടറീൻ്റെ പണിയെല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഷൂവിനെ പറയുന്നുണ്ട് റിംറൂ എടുക്കട്ടെ, റിംറൂവിന് ചെറിയ പണിയുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഷാനു പറയുന്നത് ഇല്ല, സെക്രട്ടറീൻ്റെ പണിയെന്ന് വെച്ചാൽ റിംറൂവിനെ എപ്പോഴും നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫുഡ് കഴിക്കാൻ ടൈമാണ് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം റിംറൂവിൻ്റെ പേരിൽ അടിയുണ്ടാകുന്നതാണ്. പക്ഷേ റിംറൂവിൽ നല്ല ലോയൽറ്റി ആയി ഇപ്പോൾ അവർ തമ്മിൽ. അപ്പോൾ ഇത് കണ്ട് 3 ബ്രദേഴ്സും ഓഹോ റിംറൂവിനോടുള്ള അവരുടെ ലോയൽറ്റി വളരെയധികം കൂടിപ്പോയി തോന്നുന്നു. റബ്ബർ ബാൻഡ് വലിയ എലിയുന്ന റിംറൂവിനോട് ചോദിക്കുന്നതാണ് നീ ആരെ എപ്പോഴും നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. റിംറൂ പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയെന്ന്, എനിക്കിപ്പം ഡ്രസ്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓളും പറയുന്നത് ഓക്കെ പിന്നെ കാണാമെന്ന്. എന്നിട്ട് അവർ പോകുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള റിംറൂ അവരോടെല്ലാം പറയുന്നത് ഇന്ന് ഷാനാണ് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ല, നീ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അത് കേട്ടപ്പോഴേക്കും അവരെ മുഖം വല്ലാണ്ടായിപ്പോയി. എന്നിട്ട് അവർ പറയുന്നത് വേണ്ട നമ്മളെ വയറ് നിറഞ്ഞു നിന്ന്. അപ്പോൾ റിംറൂ ഇല്ല ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ബെനിമാർ പറയുന്നതാണ് ഞാൻ ഇപ്പോൾ ചായ കുടിച്ചിട്ടുള്ളൂ, എനിക്ക് വേണ്ട ഫുഡ് ഇപ്പോൾ ഒന്ന്. എന്നിട്ട് അവൾ ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരട്ടെ. റിംറൂ ആ കൊണ്ടുവന്നോളൂ എന്ന്. പിന്നെ ഹ്യൂമൻ ഫോമിലിരിക്കുമാണ് അവന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഫുഡ് കഴിക്കാണ്ടിരുന്നതെന്ന്. ഇപ്പോൾ ആ ഫുഡിൻ്റെ കോലം കാണുന്നത് നിങ്ങൾ പോയിസണസ്റ്റ് സാധനമായി എന്തെങ്കിലും കൊണ്ട് ഉണ്ടാക്കി വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ബെനിമാറിൻ്റെ മുഖം കാണണം അങ്ങോട്ടേക്ക് ഇന്നിട്ട്. അപ്പോൾ നമ്മുടെ സ്ലൈം പറയുന്നതാണ് നിങ്ങൾക്കെല്ലാം ഞാൻ വെച്ചിട്ടുണ്ടാ, നിങ്ങളെനിക്ക് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലേനു എന്ന്. ആ മറ്റേ വയസ്സനാണ് ഇൻവിസിബിൾ ആയി കളഞ്ഞ്. ഞാൻ അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ ഗോപ്തയും കൂട്ടുകാരനും വരുന്നുണ്ട്. അവർ പറയുന്നതാണ് ഇപ്പോൾ ടയേർഡായി വല്ലാണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ ഫുഡ് റിംറൂ സ്പൂണിലെടുത്തപ്പോൾ തന്നെ അതിലൊരു ഈവിൾ സ്മൈൽ പോലെ തന്നെ ഉണ്ട്, കണ്ടാലേ പേടിയാവും. അപ്പോൾ ആ പെണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഗ്രേറ്റ് സേജ് എന്തെങ്കിലും പറ എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ഗ്രേറ്റ് സേജ് പറയാൻ നീ റൈറ്റ് സൈഡിലേക്ക് നിൻ്റെ സ്പൂണ് ഒന്ന് തിരിക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിയാൽ മാത്രം മതിയെന്ന്. അപ്പോൾ ഓൻ പറഞ്ഞിട്ട് എന്താ മനസ്സിലായില്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തപ്പോൾ അത് നേരെ ഗോപ്തേൻ്റെ വായിലേക്കാണ് ആ സ്പൂണ് പോയതെന്ന്. എന്നിട്ട് ആ ഗോപ്താണ് തിന്നിട്ട് ഷോക്ക് അടിച്ച് പോയിസൺ അടിച്ച് ഗോപ്തേൻ്റെ കാര്യം തീരുമാനമായി. അതിനുശേഷം നമ്മുടെ റിംറൂ നമ്മുടെ പെണ്ണിനോട് പറയുന്നതാണ് നീ എന്ത് ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ അവള് പറയുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ പറ്റിയതായിരിക്കും മിസ്റ്റേക്ക്. അപ്പം പറയുന്നതാണ് നീ ഇനി ഉണ്ടാക്കും ബെനിമാറുവിനെ ആദ്യം തിന്നിക്കണമെന്ന്. ഇനി ഞാൻ ബെനിമാറു. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് പിന്നീട് നമ്മൾ കാണിക്കുന്ന ഗാബീറുവും പിന്നെ ആൾക്കാരുമാണ്. അവരെല്ലാവരും വെള്ളമെല്ലാം കുടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഗാബീറുവിൻ്റെ ആ കൂട്ടാളികൾ പറയുന്നതാണ് നിങ്ങൾ 7000 ഗോബ്ലിൻസിനെ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നു, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ. കബീർ പറയുന്നതാണ് പിന്നല്ല ഞാൻ പണ്ടേ സീനാണ്. ഒരു കൂട്ടാളി പറയുന്നതാണ് അവിടെ നമുക്കിനി പോകാനുള്ളതിൽ ഒരു ഗോബ്ലിൻസ് ഗ്രാമത്തിൽ വൂൾഫിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വൂൾഫിനെയാണ് അവിടെ സ്ലൈമ അവരെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ സ്ലൈം അയ്യേ ഞാൻ ഈ ഗോബ്ലിൻസ് നമ്മളെ കൺട്രോളിലെത്തിയെന്ന് വിചാരിച്ചോ. ബാക്കി തോഴന്മാരും ക്ലാപ്പ് അടിക്കുന്നതാണ് കാണിക്കുന്നത്. എന്തിനാ ഇവനിങ്ങനെ പൊക്കുന്നതെന്ന് എനിക്കറിയാത്ത. പിന്നീട് കൈജിനെയും കുറൂബിനെയാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ ഇങ്ങനെ ഡിസ്കഷനാണ് അവരെ ഉണ്ടാക്കേണ്ട പണീനെ കുറിച്ചല്ലോ. ഇത് കേട്ടിട്ട് നമ്മുടെ സ്ലൈം പറയുന്നതാണ് ഇവരെ ഈ ഇടയ്ക്കായിട്ട് സംസാരിക്കാൻ വരെ തോന്നുന്നില്ല. പിന്നീട് നമ്മുടെ റീഗുഡിനാണ് കാണിക്കുന്നത്. റീഗുഡ് വന്നിട്ട് പറയുന്നതാണ് ഇതാ ഗാബീറുവിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ സ്ലൈം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നാണ് കാണിക്കുന്നത്. പുറത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ബെനിമാറുവിനെയും ബാക്കി 2 പേരെയും കാണുന്നുണ്ട് പുറത്ത് വന്നവിടെ. അവരും പറഞ്ഞ് ഞാനും വരുന്നതെന്ന്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഒന്ന് അങ്ങോട്ടേക്ക്. നമ്മുടെ സ്ലൈം വയ്ക്കുന്നതാണ് നിങ്ങളെ ലീഡർ എടുത്തുനിന്ന്. അപ്പോൾ അവരെല്ലാവരും ഒരു സൈഡിലേക്ക് മാറിയിട്ട് നമ്മളെ കിടുക്കാച്ച എൻട്രിയോടുകൂടി അവർ വരുന്നത്. അപ്പോൾ സ്ലൈം പറഞ്ഞാൽ എന്ത് ഈ ഷൊണ്ടകൾ കാണിക്കുന്നതെന്ന്. എൻട്രി എല്ലാം കഴിഞ്ഞ് ഇൻട്രോ ആണ്. അപ്പോൾ ഗാബീറു പറഞ്ഞു ഞാൻ ഗാബീറു, നിങ്ങൾ നമ്മളെ അണ്ടറിലേക്ക് ക്ഷണിക്കുന്നു, ഇത്രയും വലിയ ആൾക്കാരെ അണ്ടറിലേക്ക് വരാൻ വലിയ ഭാഗ്യം വേണം എന്നെല്ലാം പറഞ്ഞിട്ട് അവരവരെ രീതിയിൽ ഓരോ പരിപാടികൾ ഒപ്പിക്കുന്നതാണ് ഡ്രാമ. എന്നിട്ട് ഈ നമ്മുടെ സ്ലൈം പറയുന്നത് ഇവരെന്താ വിചാരിച്ചിട്ടുള്ള ഇവനെ കുറിച്ചിട്ട്. അതിൽ ഒരുത്തൻ പറയുന്നതാണ് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഈ ഗാബീറുവിൻ്റെ അണ്ടറിൽ വരുന്നതിന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർക്കെല്ലാം എന്തോ ആകുന്നുണ്ട്. നമ്മുടെ ഷൂവിനാകെ ദേഷ്യം വന്നിട്ട് എന്താ ഷോനെ ഞെക്കി പിടിക്കുന്നുണ്ട്. നമ്മുടെ സ്ലൈമിനെ പിടിച്ച് സ്ലൈം രക്ഷപ്പെട്ടതിന് ശേഷം സ്ലൈമിനോട് സോറി പറയുന്നുണ്ട്. സ്ലൈം പറഞ്ഞ സാറിലെ ഇനി ആവർത്തിക്കാണ്ടിരുന്നാൽ മതിയെന്ന്. റീഗുഡ് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ അണ്ടറിലേക്ക് വരാനുള്ള കാരണം എന്താണ്. ഗാബീർ പറയുന്നതാണ് ആ പന്നികൾ വല്ലാണ്ട് അറ്റാക്ക് ചെയ്യാൻ എല്ലാ ഗ്രാമങ്ങളും നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നമ്മളെ അണ്ടറിലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും വീക്ക്ലിങ്സ് എന്നാണ് പറയുന്നത്. വീക്ക്ലിങ്സ് പറഞ്ഞിട്ട് ഓൻ്റെ ബോഡിയിലേക്ക് ഒന്ന് നോക്കിയതാണ്. നമ്മുടെ റീഗുഡിൻ്റെ ബോഡി അല്ലെങ്കിൽ നോക്കുന്നുണ്ട്. പിന്നെ ചുറ്റുവട്ടത്തെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഈ ഡീമൺസ് ആയിട്ടുള്ള
എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ ചുറ്റും നിന്നിട്ട് നമ്മുടെ തെറ്റായ വില്ലേജിലായിട്ടാണോ വന്നേ, ഇവർ വീക്കായിട്ടൊന്നും തോന്നില്ലല്ലോ. സ്ലൈമർ എന്നാണ് എന്തെങ്കിലും കാര്യം പറയണ്ട എന്നോട് പറയാൻ, ഞാൻ ഇവിടുത്തെ ലീഡർ എന്ന്. ബെന്നിമാർ പറയുന്നത് നിങ്ങളിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും വെക്കല്ലേ ലീഡറായിട്ട്, റിയൽ ആയിട്ടുള്ള ലീഡറെ കൊണ്ടാ ഞാൻ അവരോടെല്ലാം സംസാരിച്ച് നോക്കട്ടെ എന്ന്. അന്നേരമാണ് നമ്മുടെ പെണ്ണിൽ പിന്നെയും ദേഷ്യം മാറ്റി നമ്മുടെ സ്ലൈമിനെ പിടിച്ചേക്കുന്നത്. സ്ലൈമിനെ ഇപ്രാവശ്യം ദേഷ്യം പിടിച്ചിട്ട് ഫേസോടെ നമ്മുടെ ബെനിമാർ തീർത്തോടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സ്ലൈമാണ് തീർത്തെന്ന് അറിയേണ്ടി പറഞ്ഞു. എനിക്ക് പറയാൻ ഇല്ല ഞാൻ വെറുതെ പറഞ്ഞു ഏതാ തീർക്കല്ലേ എന്ന്. പിന്നീട് ഗാബീറുമാണ് പറഞ്ഞത്. ഗാബീർ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വൂൾഫിനെല്ലാം ട്രെയിൻ ചെയ്ത് ഞാൻ കേട്ടിന് ഇവിടുത്തെ കിങ് വെറും സ്ലൈമാണ്, അപ്പം വൂൾഫ് എന്തായാലും വലിയ പവറില്ലാത്തതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട് റിംറു എന്ത് ചെയ്ത് റങ്കേനെ പുറത്ത് വിടുന്നതാണ്. റങ്കേനെ കണ്ടപ്പം ബാക്കി എല്ലാവരും പേടിച്ചുകൊണ്ട് ഗാബീറുവിൻ്റെ കൂട്ടത്തിലുള്ള, പക്ഷേ ഗാബീറുവിന് വലിയ പേടിയൊന്നുമില്ല. പക്ഷേ ഗാബീർ പിന്നീട് നമ്മുടെ റങ്കേനോട് പറയുന്നതാണ്, നിൻ്റെ മുടിയെല്ലാം വല്ലാണ്ട് വലുതാണല്ലോ, നീ നല്ല വലിപ്പമുണ്ടല്ലോ, എന്നിട്ട് നീ എന്തിനാ ഇത്രയും ശക്തി ഓർന്ന സ്ലൈമിൻ്റെ അണ്ടറിൽ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റിംറൂനാണ് തലക്ക് പെരുത്ത് കയറുന്നുണ്ട്. സെയിം റങ്ക് അതേ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പിന്നീട് ഗാബീർ പറയുന്നത്, എനിക്ക് മനസ്സിലായി ഈ സ്ലൈം നിന്നെ എന്തോ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് നിന്നെ ഇപ്പോൾ കൺട്രോൾ വെച്ചിട്ടുള്ളത്. സാറല്ല, ഞാൻ എന്തായാലും ഈ സ്ലൈമിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തും, ഞാനാണ് മഹാൻ ഗാബീറു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റങ്കൊക്കെ കലി വന്നിട്ട് റങ്ക് ചെയ്തത് നിന്നെ ഞാൻ ഇപ്പോൾ ഒറ്റ കടിക്ക് തിന്നണമെന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മുടെ സ്ലൈമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇരിയാണ്ട് ഗോപ്ത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗോപ്ത വന്നപ്പോൾ ഇവൻ ചത്തില്ലേ എന്ന് സ്ലൈം വിചാരിക്കുന്നത്. അപ്പോൾ മറ്റേ നമ്മുടെ ഗ്രേറ്റ് സേജ് പറയുന്നതാണ് ഇവനിപ്പോൾ പോയിസൺ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ കഴിവ് കിട്ടി. പിന്നീട് കാണുന്നത് ഗോപ്ത മറ്റേ ഗാബീറിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്നതാണ്. ഗോപ്ത ചോദിച്ചു ഞാൻ എന്താ എവിടെയെന്ന്. അപ്പോൾ നമ്മുടെ റങ്ക പറയുന്നതാണ് വേഗം പോയി ഫൈറ്റ് ചെയ്തോന്ന്. സ്ലൈമ പറയുന്നതാണ് റങ്ക ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചെന്ന്. അപ്പോൾ റങ്കനെ പിന്നെ സ്ലൈമിനോട് പറയുന്നതാണ് നമ്മുടെ ഗോപ്ത, ഇവനെ ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്ത് വെപ്പിക്കാനാണ്, ഇവന് കാണും തന്നെ ഫിറ്റ് ആൻഡ് ഫൈൻ ബോഡിയാണ്, ഭയങ്കര പവർഫുള്ളാന്ന് തോന്നുന്നു. അപ്പോൾ സ്ലൈമ നിനക്ക് ഞാൻ ആയുധം ഉണ്ടാക്കി തരും പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഗോപ്ത ഒന്ന് കൺവിൻസ്ഡ് ആയെന്ന് തോന്നുന്നു. പിന്നെ പറയുന്നുണ്ട് ഫുഡിൻ്റെ കാര്യം. അത് കേട്ടപ്പോൾ നമ്മുടെ ഗോപ്ത ഭയങ്കരധികം കൺവിൻസ്ഡ് ആയി. പിന്നെ ഒരു അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ കുന്തം ഇങ്ങനെ ജസ്റ്റ് അടുത്ത് കൂടിയാണ് ഓൻ്റെ പോകുന്നത്, ആ മറ്റേ ഗാബീറുവിൻ്റെ. ഗാബീറു ഇതെന്താടാ സംഭവിക്കുന്നത്? പിന്നെ നോക്കുമ്പോൾ ഗോപ്തേനെ കാണുന്നില്ല. ഗോപ്ത പെട്ടെന്ന് കാണാണ്ടായി. ഗോപ്തയാണ് പുറകുന്ന വന്നിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നതാണ്. ഗാബീറു ഗാബീറുവിൻ്റെ കാര്യം തീരുമാനി. സ്ലൈമർ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ഗോപ്ത ഷെയർഡോ മൊമെൻറ്റ് പഠിച്ചു. എന്നിട്ട് പിന്നെ ഗോപ്തേനെ എല്ലാവരും ഇങ്ങനെ പൊക്കി കളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സ്ലൈമിനോട് ഗോപ്ത പറയുന്നതാണ് എനിക്ക് വെപ്പൺ വേണമെന്ന്. അപ്പോൾ സ്ലൈം പറയുന്നത് ഓക്കേന്ന്. പിന്നെ സ്ലൈമിന് വിചാരിക്കുന്നതാണ് ഇവനെ തോറ്റിത് ഇതാക്കുന്നു. പക്ഷേ ഇവൻ തോറ്റിട്ടില്ല, അത് വേറെ കാര്യം. ഗോപ്ത സ്ലൈമ പറയുന്ന ഞാൻ നിനക്ക് വേണ്ടി ഒരു കിഡിക്കാച്ചി വെപ്പൺ തന്നെ തയ്യാറാക്കി തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിംറു ഇവരെല്ലാം ഇങ്ങനെ നിലച്ച പോലെ കണ്ടിട്ട് പറയുന്നതാണ് നമ്മൾ നിങ്ങളെ അണ്ടറിലും ഇല്ല, നിങ്ങൾ ഒപ്പരം വന്നിട്ട് വേണമെങ്കിൽ പണിയെടുക്കും, അഥവാ അവരെ അറ്റാക്ക് ചെയ്യാൻ സഹായിക്കും, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ ലീഡർ എടുത്തിട്ട് പോയിക്കോന്ന്. അപ്പോൾ അവരെല്ലാവരും ലീഡർ എടുത്ത് ഓടിയിട്ട് എല്ലാവരും ഇതിനുള്ള പകരം വീട്ടിൽ നിന്നെല്ലാം പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ പന്നിക്കൂട്ടാണ്. അവരെല്ലാവരും നടന്നു. അവർ കുറേ പേരുണ്ട് സംഖ്യയിൽ. അവർ എല്ലാവരും ആ മറ്റേ ഓന്തിൻ്റെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ റിംറു പിന്നീട് പറയുന്നതാണ് 2 ലക്ഷം ആൾക്കാർ, അഥവാ 2 ലക്ഷം പന്നികളാണ് അവരെ കൂട്ടത്തിലുള്ള. എന്താ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം എന്തിനാ ഇങ്ങനെ ഒരു റീസൺ ഇല്ലാണ്ട് എല്ലാ ഗ്രാമങ്ങളെയും നശിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഇവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഈ റിംറുവും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഡീമൺ ലോഡിൻ്റെ കൈ ഉണ്ടോ എന്ന്. പക്ഷേ ഡീമൺ ലോഡിൻ്റെ കൈ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് റിംറു മനസ്സിൽ വിചാരിക്കുന്നതാണ്. കവിമാർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നില്ല അത് ഡീമൺ ലോഡിൻ്റെ കൈയാന്ന്, എനിക്ക് തോന്നുന്നു മറ്റേ പിഗ് ലോഡ് തന്നെയായിരിക്കുന്നു. കാരണം അത്രയും പിഗിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അയാൾ തന്നെ. സൂയി പറയുന്നുണ്ട് എന്നെ ആരോ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, റിംറുവിനെ ആർക്കോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിംറു ചോദിക്കുന്നുണ്ട് ആ ലിസാർഡ് മാനാണോന്ന്. അപ്പോൾ പറഞ്ഞാൽ എല്ലാ ലിസാർഡ് മാനല്ല, ഇത് ഡ്രൈഡാണ്. അപ്പോൾ ഡ്രൈഡ് മറ്റേ ഫോറസ്റ്റ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നതാണ്. വരട്ടേന്ന് ഇവിടെ വരട്ടേന്ന്. എന്നിട്ട് അപ്പോൾ സ്പിരിറ്റ് വരുന്നതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ആ സ്പിരിറ്റ് വന്നിട്ട് പറയുന്നതാണ്. അതിനുശേഷം റിംറുവിനെ ഗ്രേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് പറയുന്നതാണ് മോൺസ്റ്ററിൻ്റെ രാജാവേ ഞാനൊരു ഡ്രൈഡാണ്, എൻ്റെ പേരാണ് ട്രെയിനി. റിംറു പറയുന്നതാണ് ഇത്രയും ഫോർമലായിട്ട് സംസാരിക്കൊന്നും വേണ്ട, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാമെന്ന്. അപ്പോൾ ആ ഡ്രൈഡ് പറയുന്നതാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഓർക്ക് ലോഡിനെ കൊല്ലണമെന്ന്.